ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ എന്നെ ഹാപ്പി ചെയ്തില്ലേ വേറൊരു ശ്രമിക്കാറില്ല അല്ലേ. അങ്ങനെ എനിക്കതൊരു അൺപാർലമെന്ററി വേർഡാണെന്നൊന്നും എനിക്കറിയില്ല. മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയെന്നല്ലോ ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത്, വിഗ് അല്ല, ഞാൻ ഹെയർ ഫിക്സിംഗ് എന്ന് പറയാം. അതുകൊണ്ട് മാഡത്തിന് അതിൻ്റെ അകത്ത് കുറച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഷൂട്ടിംഗ് ഫ്ലോറിൽ വന്നിരുന്നിട്ട് വലിയ ഗമയിൽ എനിക്ക് സമ്മാനം കിട്ടി അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടി അല്ലെങ്കിൽ അവാർഡ് കിട്ടിയെന്ന് പറയുന്നതിനേക്കാളും ഗ്രാൻഡ് ആയിട്ടാണ് താങ്കൾ പറയുന്നത് ഞാൻ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ആങ്കറിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒരു പ്രോഗ്രാമിന് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് താങ്കളൊക്കെ സോറി പറയുന്നു എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ കേസ് എടുക്കേണ്ടത് നമ്മുടെ ലാലേട്ടന്റെ ഒക്കെ പേരിലാണ്. കാരണം പുള്ളി ഒരുപാട് സിനിമകളിലൊക്കെ പുള്ളി മദ്യപിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എത്ര കേസ് എടുത്തിട്ടുണ്ട്? ഒന്നുമില്ല. ബാറുകൾ ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ പേരിൽ അതിന്റെ വീഡിയോസ് ഇട്ടതിന്റെ പേരിൽ 4 എക്സൈസ് കേസ് നിലവിലുള്ള ഒരാളാണ്. ഇറ്റ്സ് ഓൾ പെറ്റി കേസസ്, ഓൾ ഹംബിൾ കേസ്. ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം ദുബായി പോയിട്ട് സ്വന്തമായിട്ട് ബാർ തുടങ്ങിയ ആളാണ്. രണ്ടെണ്ണം അടിക്കുന്നതിന് ഞാൻ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുടിയന്മാരെ നിങ്ങൾ എന്നെ ഒരാൾ അതിശയിക്കുന്നതിന്, എന്നെ ഒരാൾ നിങ്ങൾ ഇങ്ങനെ രണ്ടെണ്ണം അടിക്കുന്നതിന് ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നത് അടിക്കുന്നതിനല്ല പറയാം, നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുന്നു. കഞ്ചാവ് ബിസിനസ് ചെയ്യാത്ത ഒരു സർക്കാർ, അതും ചിലപ്പോൾ ഒരു പക്ഷേ സർക്കാർ ചെയ്യുമായിരിക്കും, അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ല, എന്താ കഞ്ചാവ് വിൽക്കാത്ത? പാലത്തിന്റെ അടിയിലേക്ക് കൊണ്ട് ലൈറ്റ് ഇടുന്നുണ്ട്, അതിന് പറഞ്ഞാൽ റോഡ് നന്നാക്കി തരാൻ പറയണം, റോഡിലെ കട്ടർ അടയ്ക്കാൻ പറയണം. കുറെ ലൈറ്റ് ട്രിവാൻഡ്രത്ത് മറ്റേ പാലത്തിന്റെ അടിയിൽ നാളെ ചിലപ്പോൾ എനിക്കെതിരെ 10 കേസ് എടുക്കും. എനിക്കൊരു പേടിയില്ല. കേസ് എടുത്താൽ ഞാൻ വക്കീലിൽ വെച്ച് വായിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ നിയമം പഠിച്ച് ഞാൻ വായിച്ചോളാം. മാഡം, ഞാൻ ചെയ്യുന്നത് ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലാണ്. ഞാനിപ്പോ രാവിലെ ഇറങ്ങി എനിക്കത് ഓക്കെയാണ്. എനിക്ക് ഹിപ്പോക്രസി ഇല്ല. തിരുവനന്തപുരത്ത് ഒരു ഏരിയ മുഴുവൻ കട്ടറും കുഴിയായിട്ട് കിടപ്പുണ്ട്. തൊട്ടപ്പുറത്ത് കൊണ്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പാലത്തിന്റെ അടിയിലും പാലത്തിന് ചുറ്റും മറ്റേ വൈദ്യുത അലങ്കാരം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റ് പവർഡ് ബൈ ഹാർവിയോറ. ഇന്ന് ഹോട്ട് സീറ്റിൽ നമ്മളോടൊപ്പം മിസ്റ്റർ മുകേഷ് എം നായർ, അഥവാ നമ്മൾ എല്ലാവരും മല്ലു DJ എന്നറിയപ്പെടുന്ന DJ കിങ് അല്ലേ? എന്താണ് വിളിക്കുന്നത്? എനിക്ക് മുകേഷ് എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. മുകേഷ് എന്ന് തന്നെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല, സന്തോഷം മാത്രമാണ്. നമ്മുടെ പേരല്ലേ. ഓക്കെ. ഒരുപാട് ഈ പറയുന്ന പോലെ ഒരുപാട് ഓണർ കിട്ടിയിട്ടുള്ള ഒരാളാണല്ലേ? അതായത് MBA റാങ്ക് ഹോൾഡർ, കേരള യൂണിവേഴ്സിറ്റി. അതാണ് നമ്മുടെ ഒരു സന്തോഷം. അതെ, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് ഈവനിങ് ബാച്ച് എന്തോ അല്ലേ? അങ്ങനെ റാങ്ക് അറിയോ? ഞാൻ അതോടൊപ്പം പറഞ്ഞിട്ടില്ല. ഈവനിങ് ബാച്ച് ഞാൻ താങ്കളുടെ പ്രൊഫൈലിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്തായിരുന്നു എന്താണ് ഈ സംഭവം എന്നൊക്കെ അറിയാനായിട്ട്. പക്ഷെ താങ്കൾ പിന്നീട് ഒരുപാട് കമ്പനി CEO ഒക്കെ ആയിട്ട് ഇപ്പോഴും കമ്പനികൾ നടത്തുന്നത് ബ്രാൻഡ് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ് കിങ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മുടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലെ, വേൾഡ് റെക്കോർഡ്സ്, ലിംകയാണോ? അല്ല, വേൾഡ് റെക്കോർഡ്സിൽ ഏറ്റവും കൂടുതൽ ഇനാഗുറൽ കിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു നടി കഴിഞ്ഞു കഴിഞ്ഞാൽ നടിക്കാണ് ആ പേരുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ താങ്കൾ അത് കടത്തി വിട്ടിരിക്കുന്നു അല്ലേ? ആക്സിഡന്റലായിട്ടുണ്ടായ കാര്യമാണ്. നമ്മളിങ്ങനെ നടിമാര് നോക്കി ഹൈ പ്രൊഫൈൽ ഇനോഗ്രേഷൻസ് മാത്രമല്ലല്ലോ. നമ്മളൊരു സാധാരണക്കാരൻ്റെ ചെറിയ കട മുതൽ ഇപ്പോൾ വലിയ മോള് വരെ നമ്മൾ എല്ലായിടത്തും പോകും. നമുക്കങ്ങനെ ഒന്നുമില്ല, എല്ലാവരും വിളിച്ചാലും പോകും. അതാണ് നമ്മളൊരു സന്തോഷം. താങ്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, താങ്കൾക്ക് തന്നെ അറിയാം. അതായത് ഒരു MBA റാങ്ക് ഹോൾഡർ അല്ലെങ്കിൽ ഒരു വേൾഡ് റെക്കോർഡർ എന്നതിനൊക്കെ ഉപരി താങ്കൾ അറിയപ്പെടുന്നത് സ്വർഗം. ഇതാണ് സ്വർഗം അല്ലേ? താങ്കൾക്ക് തന്നെ അറിയാം. എന്തിനായിരുന്നു താങ്കളുടെ ടാഗ് ലൈൻ ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടുതൽ ബാറുകൾ ഇനാഗ്രേറ്റ് ചെയ്ത ഒരാളാണെന്ന് ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ താങ്കൾക്ക്. അതൊരു മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ, ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പക്ഷേ താങ്കൾ ഏത് റീൽ എടുത്ത് അല്ലെങ്കിൽ താങ്കൾ ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും വിവിധ കളറിലുള്ള വിവിധ ബ്രാൻഡുകളിലുള്ള ഒരു മദ്യം പ്രൊമോഷൻ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല താങ്കളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. താങ്കൾ ഏത് മദ്യം കഴിക്കണം അല്ലെങ്കിൽ എങ്ങനെ മദ്യം കുടിക്കണോ വേണ്ടയോ, സിഗരറ്റ് വലിക്കണോ വേണ്ടതൊക്കെ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ പേഴ്സൺ എന്നുള്ള താങ്കളുടെ ഇഷ്ടമാണ്. ബട്ട് അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, താങ്കളെ പോലുള്ള ഒരാളത് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു പ്രൊമോഷനായിട്ട്, ഒരു നെഗറ്റീവ് പ്രൊമോഷനായിട്ട് പോയിട്ടില്ലേ? ശരിയാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, ഈ കേരള സർക്കാരിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ബിവറേജസ് കോർപ്പറേഷൻ. അപ്പോൾ ഞാൻ എന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രഗ്സോ അല്ലെങ്കിൽ ഇലിസിറ്റ് സാധനങ്ങളോ വെപ്പൺസോ ഒന്നുമല്ല. സർക്കാരിൻ്റെ ഞാൻ ഇവിടെ ഒരു സാധാരണക്കാരൻ മുതൽ ഒരു അപ്പർ ക്ലാസ് മുതൽ മിഡിൽ ക്ലാസ് മുതൽ അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന മദ്യം എന്ന് പറയുന്ന സാധനം. അപ്പം എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്, ഞാനിപ്പം എനിക്ക് ദുബായിൽ പാർട്ട്നേഴ്സ് ഉള്ളതാണെങ്കിൽ കൂടി ഒരു ബാറിൻ്റെ ഓണറാണ് ഞാൻ. അപ്പം എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള നല്ല മദ്യങ്ങൾ
അല്ലെങ്കിൽ അതുപോലെ നല്ലൊരു പേരുണ്ടോ? നല്ല പേരുണ്ട്. കാരണം തീർച്ചയായിട്ടും നമ്മളുടെ പുരാണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മധു നുകരുക, ദേവേന്ദ്രന്റെ സദസ്സില് മധുവും മറ്റേ എന്താ പറയാ മധുരാശി ഞാൻ പറയുന്നില്ല, രംഭ, തിലോത്തമ, മേനകമാരൊക്കെ നടമാടിയ മധുവിന്റെ കണക്ടർ ആണല്ലോ മധുരാശി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മള് രണ്ടും മദ്യം കഴിച്ച എന്താ കുഴപ്പം? അപ്പൊ അതിനെ താങ്കൾ അതാ ഞാൻ താങ്കൾ ഒരു പ്രൊമോഷൻ ചെയ്യുകയാണോ മദ്യത്തിന്? പ്രൊമോഷൻ ഒന്നും അല്ല ഞാൻ സീരിയസ്ലി മുകേഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, താങ്കൾ ഇത് കാണിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ജാക്ക് ഡാനിയൽസ്, ഞാൻ മദ്യപിക്കാറില്ല, സിഗരറ്റ് വലിക്കാറില്ല, പക്ഷെ എന്റെ കൊളീഗ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്ന് കരുതി മദ്യം കുടിക്കുന്നവരോട് അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ താങ്കളുടെ ഈ മനോഹരങ്ങളായിട്ട് മദ്യക്കുപ്പികൾ വെച്ച് നമുക്ക് പോലും ഈ പറയുന്ന ഞാനാണെങ്കിൽ കൂടെ ഇത് കൊള്ളാലോ അദ്ദേഹം എന്ത്, അപ്പം ഈ വെറൈറ്റീസ് ഓഫ് കുപ്പികൾ, മദ്യക്കുപ്പികൾ, വിസ്കി, ബ്രാൻഡി, വട്ടവർ, ഇപ്പോൾ ശിവാശ്രീകൾ എന്ത് തന്നെ ആയാലും എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ബ്രാൻഡുകളാണ്, എനിക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ താങ്കളെ കാണുമ്പോൾ എല്ലായ്പ്പോഴും അതിൻ്റെ ഒരു താങ്കളുടെ ചുറ്റിനുള്ള ഈ വൃന്ദങ്ങൾ, ഐ മീൻ താങ്കളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെയും ഈ കള്ളു കുടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലായ്പ്പോഴും താങ്കളുടെ ഒരു പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ താങ്കൾ കൂടുന്ന ഒരു മിനിറ്റുള്ള റീലിലോ അല്ലെങ്കിൽ വീഡിയോയിലായാലും ഈ മദ്യം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട്, പ്രൊമോഷൻ മീൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ യുവതലമുറയ്ക്കായാലും ഇത് കാണുന്നവർക്കായാലും ഇത് കൊള്ളാം. ഈ പറഞ്ഞ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ആക്ച്വലി താങ്കളുടെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ ഒരു രസമുണ്ടല്ലോ, ഒന്ന് കണ്ടാൽ കൊള്ളാം അല്ലെങ്കിൽ താങ്കളോടൊപ്പം ഒന്ന് കൂടിയാൽ കൊള്ളാം എന്ന് നമ്മൾ അറിയാതെ ചിന്തിക്കുമല്ലോ. അപ്പോൾ അതൊരു നെഗറ്റീവ് പ്രൊമോഷൻ അല്ലേ, നമ്മുടെ യുവതലമുറ കൊടുക്കുന്ന ഒരു സന്ദേശമല്ലേ? താങ്കളെ പോലെ ഒരു ഓൺട്രപ്രണർ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? തിരിച്ചൊരു ചോദ്യം മാഡത്തിനോട് ചോദിക്കട്ടെ. നമ്മളിപ്പോ ഗാന്ധി ഫിലിമുണ്ട്, മദർ തെരേസ ഫിലിമുണ്ട്, അത് കണ്ടിട്ട് എത്ര ഗാന്ധിമാരും മദർ തെരേസമാരും ഉണ്ടായിട്ടുണ്ട്? അതൊരു ചോദ്യമാണ്. ആ ഗാന്ധി മദർ തെരേസമാരൊന്നും ആരും ഉണ്ടായിട്ടില്ല. ഇത് കണ്ടിട്ട് എങ്ങനെ മദ്യപാനികൾ ഉണ്ടാവും? എന്റെ വീഡിയോസ് കണ്ടിട്ട് അല്ല, ഞാൻ ചോദിച്ചാൽ മദ്യപാനികൾ ഉണ്ടാകുമെന്നല്ല, താങ്കളെ പോലെ ഒരു ഇൻഫ്ലുവൻസർ, താങ്കളെ എങ്ങനെയാണ് അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ സാധിക്കും? ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നമ്മളെ ആരാധിക്കുന്ന ആ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഷാഡോ താങ്കൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്, റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണോ? ഒരിക്കലും റീച്ചിന് വേണ്ടി ചെയ്യുന്നില്ല. ഞാൻ ഒരു ഹിപ്പോക്രസി ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ചെയ്യുന്ന ഇപ്പൊ എന്നോട് മാഡം ചോദിക്കണം മദ്യപിക്കുമെന്ന്, ഞാനിപ്പം ഈ ഇന്റർവ്യൂവിൽ വെരി ഓപ്പൺലി ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു സന്തോഷത്തിന് അവിടെ കയറുന്നതിന് മുമ്പ് 2 അടിച്ചിട്ട് കയറിയ ഒരാളാണ്. വെരി ഓപ്പൺലി ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് 2 കഴിച്ചു, പിന്നെ ഊണ് കഴിച്ചിട്ട് അവിടെ പോയിട്ട് അത് മേടിച്ചിട്ടുള്ള ആളാണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ തെറ്റ് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ പുകവലിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷെ എനിക്ക് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളിൽ, സന്തോഷം തോന്നുമ്പോൾ മാത്രം, സങ്കടം വരുമ്പോൾ ഞാൻ മദ്യപിക്കാറില്ല. അങ്ങനെ സങ്കടം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായാലും ഞാൻ അത് ടാക്കിൾ ചെയ്ത് പോകും. ഞാൻ എൻ്റെതായ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളാണ്. കാരണം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ എന്നെ ഹാപ്പി ചെയ്തില്ലേ എനിക്കങ്ങനെ പറയാമെന്നറിയില്ല, ശ്രമിക്കാറില്ല അല്ലേ? അങ്ങനെ എനിക്കതൊരു അൺപാർലമെന്ററി വേർഡാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ബി ഹാപ്പി. അപ്പം ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പം ഞാനിപ്പോൾ എനിക്കിന്നൊരു ഹാപ്പിനെസ് മൊമെന്റ് കിട്ടുന്ന ഒരു ദിവസമാണ്. ഞാനപ്പം 2 പെഗ് അടിച്ചിട്ട് പോയി അവാർഡ് മേടിച്ചില്ല, പിന്നെ ഞാനല്ലേ വേറെ ആരും പോയി മേടിക്കണം. അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഞാനത് ഒളിച്ചു വയ്ക്കുന്നില്ല. മാഡത്തിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം മേ ബി പബ്ലിക്കിൽ നാളെ കാണുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത് സമ്മതിക്കുന്നതിൽ എനിക്ക് യാതൊരു ഞാൻ അത് ആൾക്കാർ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എൻ്റെ ഇതൊരു കാപ്പബിലിറ്റിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻഫ്ലുവൻസിങ് പവറിന് ഒരു കുറവുണ്ടാവുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ. അതായത് താങ്കൾ ഈ എനിക്കൊന്ന് വെട്ടൊന്ന് മുറിയേണ്ട സ്വഭാവക്കാരനാണോ? അതായത് വേണമെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ ഒരൊറ്റ വീഡിയോയിൽ പോലും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറയാറില്ല. എൻ്റെ മാഡത്തെ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാൽ മേ ബി എന്താ പറയുക, വല്ല ഗീവ് അവേ വീഡിയോസ് വല്ലതും ആണെങ്കിൽ അതിൻ്റെ റൂൾ ആയതുകൊണ്ട് ആ പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ പറയാറ്. എന്നെ ഫോളോ ചെയ്യാൻ പറയാറില്ല. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ ഇത് ഞാൻ പറയാറില്ല. കാരണം എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ കൂടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ ഒരു അരഗൻസിയിലാണ് താങ്കൾ. അരഗൻസി അല്ല, അത് ഒരു അതായത് നോർമലി നമ്മളൊരു ഇൻഫ്ലുവൻസർ ഒരു ഹമ്പിൾ ആയിരിക്കണമെന്നല്ലേ മാഡം? അതിൽ അരഗൻസി അല്ല, ഇപ്പോഴും താങ്കൾ അത്. അപ്പോൾ ഈ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ മദ്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇപ്പൊ പറഞ്ഞ ബിവറേജസ് കോർപ്പറേഷന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് മാത്രമാണ് ഈ മദ്യം വിൽക്കാനും ഈ കൊടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യാനുള്ളത്. അപ്പൊ താങ്കൾ അതൊരു പ്രൊമോഷൻ ആയിട്ട്, അപ്പൊ ഈ പെയ്ഡ് പ്രൊമോഷൻ ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ ആസ് എ സോഷ്യൽ മീഡിയ നമുക്കറിയുന്നത് ഡിജിറ്റൽ മീഡിയ ഒരു വിപ്ലവമാണ് നടക്കുന്നത്. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ താങ്കളുടെ അക്കൗണ്ട് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബഹളമയമാണ്. ഇതുവരെ ആൾക്കാർ കാണാത്ത ബ്രാൻഡ്സ് ഒക്കെ താങ്കൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണ് ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ മാൻ എന്ന് പറയുന്നത് ഇച്ചിരി മദ്യം കഴിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവണമെന്ന് ഒരു ഈ ഇപ്പോഴത്തുള്ള ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ ആൺകുട്ടികൾ എനിക്കറിയാവുന്ന കൂടുതൽ കഴിക്കുന്ന പെൺകുട്ടികളാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളവർ, അവരെല്ലാവരും കഴിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ആരോപണമാണ്. എനിക്കത് പറയുന്നില്ല. തീർച്ചയായിട്ടും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരും വലിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. മാഡം ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ട്രഡീഷൻ ആയുർവേദം. ആയുർവേദത്തിൻ്റെ 90% മെഡിസിൻസിലും കഷായം, അരിഷ്ടം, ഇതിലെല്ലാം ലിക്കറിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്.
അപ്പൊ എന്ന് വെച്ചാൽ രോഗത്തിന് മദ്യം കുടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അല്ല, പല രോഗങ്ങൾക്കും മദ്യം ഒരു മരുന്നാണ്. ഏത് ഞാനൊക്കെ രോഗത്തിനാണ് മദ്യം ഞാനൊക്കെ പനി വന്നിട്ട് പാരസെറ്റമോൾ കഴിച്ച വർഷങ്ങൾ പണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പം പനി വന്നു കഴിഞ്ഞാൽ കുരുമുളകും റമ്മും അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആന്റിബയോട്ടിക് ഒന്നും കഴിക്കുന്ന ഒരു ശീലമേ എനിക്ക്. പനി പമ്പ കിടക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ വിത്ത് ദാറ്റ്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ജെഡി എടുക്കുന്നു, ഡ്രൈ ആയിട്ട് 2 പെഗ് അടിക്കുന്നു, ഞാൻ ഓക്കെ. ജെഡിയിൽ ആരെങ്കിലും താങ്കൾക്ക് കൈവശം തന്നെ എന്താണ് ജെഡിയുടെ പ്രത്യേകത? അല്ല, ജാക്ക് ഡാനിയൽസ് എന്ന് പറയുന്നത്, ഞാനൊരു US പോയപ്പം അവരുടെ ഫാക്ടറിക്ക് വിസിറ്റ് ചെയ്ത് എനിക്ക് അവിടുത്തെ ഒരു ബോട്ടിൽ ഉണ്ടെന്ന് അബദ്ധവശാൽ ഞാൻ ഈ ഇൻഫ്ലുവൻസറൊക്കെ ആവുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ അതെന്തോ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അത് ഭയങ്കര വൈറലായ ഒരു വീഡിയോ. അതിലൂടെയാണ് ഞാൻ ഇൻഫ്ലുവൻസർ, ആക്സിഡൻ്റൽ ഇൻഫ്ലുവൻസറാണ്. അതിലൂടെ ആൾക്കാർ ആ വീഡിയോ ഇഷ്ടപ്പെടും. ഞാൻ ഹണിയും ലൈമൊക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടത് ആക്സിഡൻ്റലി വെറുതെ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് ആരോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ വന്നൊരു സംഭവമാണത്. അപ്പോൾ അങ്ങനെ വന്നൊരു സംഭവമാണ്. അപ്പോൾ അല്ലാതെ JDയോട് എനിക്ക് ആ ഒരു ടേസ്റ്റിനോട് ഇഷ്ടമാണ്. ഓരോത്തിനും ഓരോ ടേസ്റ്റ് ഉണ്ട് മാഡം. ഇപ്പോൾ ബർബൺ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്, ഒരു ചാർക്കോൾ മെലോ ടേസ്റ്റാണ്. ഇപ്പോൾ സിംഗിൾ മോൾട്ട് ആണെങ്കിൽ വേറൊരു സ്മോക്കി ഫ്ലേവർ, അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓരോ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ പൊതുവേ ഒരു ബർബൺ ടേസ്റ്റ് ലവറാണ്. അതുകൊണ്ടാണ് JD ഇഷ്ടമുള്ളത്. അല്ല, JDയോട് അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ അങ്ങനെ JD ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം നമ്മളെ JD എന്ന് എല്ലാവരും വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ താങ്കൾ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ജേർണലിസത്തിൽ നിന്ന് വഴിമാറിപ്പോയി? ഇപ്പോൾ ശരിക്കും താങ്കളുടെ ഒരു പറയുന്നതുകൊണ്ടൊന്നും താങ്കൾക്ക് തോന്നരുത്. സർ, പൊതുവിൽ ആൾക്കാർക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു താങ്കളെക്കുറിച്ച് പഠിക്കുന്നു. ഇപ്പോൾ മുകേഷ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസർ JD ബ്രാൻഡ് കിങ് എന്ന് പറഞ്ഞ് താങ്കളെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യം താങ്കളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ താങ്കളുടെ പ്രൊഫൈൽ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന മദ്യത്തിൻ്റെ മൊത്തത്തിലൊരു ആറാട്ടാണ് അതിനകത്ത് കാണുന്നത്. മദ്യം കൊണ്ടുള്ള എല്ലാ ഒരു ആറാടുകയാണ് ഞാനെന്ന് പറയുന്നതെങ്കിൽ പറയാം. ആ ഒരു ഫീലാണ് പുറത്തുനിന്നുള്ള ആളെന്ന നിലയാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ ഒരു വ്യൂവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇൻഫ്ലുവൻസ് എന്നല്ല, ഒരിക്കലും നമുക്ക് താങ്കളെ അങ്ങനെ ഒരു ബാഡ് ഇൻഫ്ലുവൻസർ എന്നല്ലേ പറയാം. അങ്ങനെ ഒരു പേരല്ലേ താങ്കൾ? ഇതിൻ്റെ അകത്ത് എന്ത് ബാഡ്നെസ് ആണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്നും കേരള ഞാൻ സത്യം ആണെന്ന് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. എക്കണോമിയെ താങ്ങി നിൽക്കുന്ന ഒരു വ്യവസായമാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യം പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ബാറുകൾ ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ പേരിൽ, അതിന്റെ വീഡിയോസ് ഇട്ടതിന്റെ പേരിൽ 4 എക്സൈസ് കേസ് നിലവിലുള്ള ഒരാളാണ്. ഇറ്റ്സ് ഓൾ പെറ്റി കേസസ്, ഓൾ ഹംബിൾ കേസ്. ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം ദുബായി പോയിട്ട് സ്വന്തമായിട്ട് ബാർ തുടങ്ങിയ ആളാണ്. അല്ല, എപ്പോഴും താങ്കൾ ഇനാഗുറേഷൻ ഇപ്പോഴും തുടരുന്നില്ല? ഇപ്പൊ നാളെ ഒരാൾ ബാർ ഇനാഗുറേറ്റ് ചെയ്യാൻ താങ്കൾ കൊച്ചിയിലേക്ക് വെച്ച് ഉറപ്പായിട്ട് താങ്കൾ ഇനാഗുറേറ്റ് ചെയ്യും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചെയ്തോളൂ കോട്ടയത്ത്. അതാ ചോദിച്ചത്, താങ്കൾക്ക് അപ്പോൾ നിയമങ്ങളൊക്കെ കാറ്റിൽ പറക്കുന്നില്ല. എന്നോടൊപ്പം കേരളത്തിലെ പ്രമുഖമായ നടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മുകേഷ് നായർ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത എന്താണ്, അഹങ്കാരിയായ മുകേഷ് എന്ന് ആൾക്കാർ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് മാത്രം എതിരെ കേസ്. കാരണം ഒരുപാട് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വേറെ ആരും ഒരു ഇൻഫ്ലുവൻസറും ബാറുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ആരും വിളിക്കാത്തോണ്ടല്ലേ? അല്ല, ചെല്ലത്തില്ല. മുകേഷ് നായരെ വിളിക്കുന്നുണ്ടോ? മുകേഷ് നായർ എന്തുകൊണ്ടാണ് മുകേഷ് നായരെ വിളിക്കും? മുകേഷ് ഇന്റേണലി ഓർ ഫിസിക്കലി ഓർ മെന്റലി താങ്കൾ അതിന്റെ ഒരു പ്രൊമോട്ടർ ആണ്. ഓട്ടോമാറ്റിക്കലി താങ്കളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാം. അത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1000+ ഇനോഗ്രേഷൻ ചെയ്ത ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ബാറുകളല്ലേ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്? ഇല്ല, അതിന്റെ ഒരു പകുതി ഒന്നും വരില്ല, ഒരു 10% മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയേണ്ടത്, ഒരു ബാർ എന്ന് പറയുന്നത് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്താൽ ഇല്ലെങ്കിലും അതിൽ ആള് വരും. കാരണം ഒരു പൂജ നടത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ നടത്തിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ. അവിടെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് എന്നെ വിളിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അപ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ പറയുന്നത് മേ ബി നമ്മളിപ്പോൾ തൊടുന്ന കാര്യങ്ങളെല്ലാം മോശമായി പോകാത്തോണ്ടൊക്കെ ആയിരിക്കും ഒരു ബാറൊക്കെ കൂടുതൽ കിട്ടുന്നുള്ളതുകൊണ്ട് ഇതുവരെ എല്ലാ പോയിട്ടില്ല. അതുകൊണ്ട് മാത്രം ബാർ ഒരിക്കലും പൂട്ടിപ്പോയ ചരിത്രമില്ലെന്ന് എനിക്ക്. ബാറല്ല, ഏത് റെസ്റ്റോറന്റ് ആയാലും ഇതുവരെ ദൈവം സഹായിച്ച് നമ്മൾ തൊട്ട ഒരു സാധനം മോശമായിട്ട് പോയിട്ടില്ല. മാത്രമേ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റെസ്റ്റോ കഫേ എന്ന് പറഞ്ഞാൽ താങ്കൾ കൊല്ലത്ത് എന്തോ ഇനാഗുറേറ്റ് ചെയ്തത് അതൊരു ഫാമിലി ബാറാണ്. അത് ഞാൻ താങ്കൾ ഇതൊക്കെ എങ്ങനെ കൃത്യമായി അവിടെ തന്നെ ചെന്നെത്തുന്നു? കാരണം അതിനകത്ത് ഫാമിലി ബാറാണ്, ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിക്കേണ്ട, നിങ്ങൾ കുടുംബത്തോടെ വന്നിരുന്ന് അടിച്ചോളൂ എന്ന ഒരു പ്രൊമോഷൻ ആണല്ലോ അതിനകത്ത് കൊടുക്കുന്നത്. അല്ല, അതാണ് എന്റെ ഫസ്റ്റ് എക്സൈസ് കേസ്. അല്ല, കേസ് കൊടുത്തു പോകും. ബിക്കോസ് സ്വമേധ എടുത്തല്ല, എക്സൈസ് എടുത്തിട്ട് കോടതി കൊടുത്തു. പക്ഷെ ആ കേസ് കോഷ് ചെയ്യാനായിട്ട് ഞാൻ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അത് കേസ് ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്ത് മിക്കവാറും ഒരു 1 വീക്കിനുള്ള എന്റെ വിധി വരും. കാരണം എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ, കാരണം അതൊരു തെറ്റായ പ്രചരണം. കാരണം സർക്കാർ വിൽക്കുന്നു, ബാറിൽ വിൽക്കുന്നു. സർക്കാരിന് വിൽക്കാമല്ലോ.
എന്താ സർക്കാരിന് പക്ഷേ വിൽക്കാൻ അത് പാടില്ല? എന്തുകൊണ്ട് സർക്കാർ വിൽക്കുന്നു? ഇതൊരു മോശം സാധനമാണെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ വിൽക്കുന്നു? സർക്കാരിന് ഇത് സർക്കാരിന്റെ ബിസിനസ് മാറ്റി നിർത്തിയില്ല, അതുപോലെ ഇത് നിർത്താൻ പാടില്ലേ? ഓക്കെ, അല്ല സർക്കാരിന്റെ ബിസിനസ് പ്യൂർലി ബിസിനസ് ആണ് അവർ ചെയ്യുന്നത്. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞ എന്തിനാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് പിന്നെ ആണ്. എന്താണ് കഞ്ചാവ് ബിസിനസ് ചെയ്യാത്ത ഒരു സർക്കാർ? അതും ചിലപ്പോൾ ഒരു പക്ഷേ ഈ സർക്കാർ ചെയ്യുമായിരിക്കും, അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ല, എന്താ കഞ്ചാവ് വിൽക്കാത്ത? അത് വിൽക്കുമായിരിക്കാം. കാരണം ഇനി ഒരു പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞ കഞ്ചാവും നിയമത്തിന്റെ കീഴിൽ വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായേക്കാം. കാരണം ഈ പറയുന്ന മദ്യ നയങ്ങളൊന്നും ഇല്ലാതെ ബാറുകൾ ഇഷ്ടംപോലെ തുറക്കാൻ അനുമതി കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോഴത്തെ സർക്കാർ. അത് തീർച്ചയായിട്ടും. പക്ഷേ നമ്മളിപ്പോഴുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് മാറ്റാനല്ലേ ശ്രമിക്കണ്ടേ? എന്തുകൊണ്ട് മാറ്റാൻ ശ്രമിക്കണം? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, എന്തുകൊണ്ട് മാറ്റാൻ? താങ്കളുടെ ഫിസിക്കലി താങ്കൾ നല്ല ആരോഗ്യവാനാണോ? താങ്കളുടെ കരളിനും ഒരു പ്രശ്നം? ഷൂട്ട് വേണമെങ്കിൽ ഞാൻ എന്റെ ലാസ്റ്റ് വീക്ക് എടുത്ത മെഡിക്കൽ റിപ്പോർട്ട് മാഡത്തിന് അയച്ചു തരാം. ടച്ച് ഷൂട്ട് ഇതുവരെ എനിക്കൊരു പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, കരളൊക്കെ ചെമ്പരത്തി പോലെ ഇരിക്കുന്നു. കാരണം ഞാൻ മിതമായ രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണ്, ഞാൻ അമിതമായി മദ്യപിക്കുന്ന ഒരാളല്ല. പക്ഷെ താങ്കളുടെ ആ ഒരു അറ്റയർ കാണുമ്പോൾ അല്ലെങ്കിൽ താങ്കളുടെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, അതൊരു ആറാം തമ്പുരാൻ സ്റ്റൈൽ. ഞാൻ പുകഴ്ത്തി പറയുമല്ല, പക്ഷെ എനിക്ക് തോന്നിയുണ്ട് ആറാം തമ്പുരാൻ സ്റ്റൈലിലെ ആ കുറെ സദസ്സിൽ താങ്കളുടെ സദസ്സ് എന്ന് എടുക്കുന്നത് ആ സ്റ്റൈലിലാണ് താങ്കൾ അതിനകത്ത് നിൽക്കുന്നത്. അത് താങ്കൾ പറയുന്ന പോലെ ഒരു പക്ഷേ ജനങ്ങൾക്ക് തോന്നുന്നു, തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസിലൂടെയാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. മാഡം, ഞാനത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റൈലല്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവന്ന, നമ്മൾ ജനിച്ചു വന്ന ഫാമിലി അതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിപ്പോയതാണ്. നമ്മളിപ്പോ മനഃപൂർവ്വം നമ്മളൊരു തമ്പുര ആ ഒരു തമ്പുരാൻ സ്റ്റൈൽ. പക്ഷേ താങ്കളെ അനുകരിച്ച് അല്ലെങ്കിൽ താങ്കളുടെ ഇത് കണ്ട ഈ കുടിക്കുന്ന ആൾക്കാരുടെയൊക്കെ പിന്നെ കരളും മിക്കവാറും വാടിക്കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസ് എടുക്കേണ്ടത് നമ്മുടെ ലാലേട്ടന്റെ ഒക്കെ പേരിലാണ്. കാരണം പുള്ളി ഒരുപാട് സിനിമകളിലൊക്കെ പുള്ളി മദ്യപിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എത്ര കേസ് എടുത്തിട്ടുണ്ട്? ഒന്നുമില്ല. ഇപ്പൊ ഇതുപോലുള്ള എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ലോ സിസ്റ്റം എന്ന് പറയുന്നത്, ഞാനിപ്പോ ലോ സ്റ്റുഡന്റ് ആണ്. ഞാൻ ജോലി കിട്ടിയതിനു ശേഷം ഈ പറഞ്ഞ ഇപ്പൊ ലോ അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു പാഷന്റെ പുറത്ത് പഠിക്കണം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് എക്സൈസ് കേസൊക്കെ വന്നതിന് ശേഷം ഇതൊന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കുക. അപ്പം നമ്മളുടെ ഒരു സിസ്റ്റം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം, യു ഷോ ദ മാൻ, ഐ വിൽ ഷോ യു ദ ലോ എന്നാണ്. ഇപ്പം മാഡത്തിന് ഒരു ലോ ആണ്, എനിക്കൊരു ലോ ആണ്, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ ലോ ആണ്. അതാണ് ഇന്നത്തെ സിസ്റ്റം. അല്ലെന്ന് മാഡത്തിന് പറയാൻ പറ്റുമോ? പക്ഷേ നമ്മളെ പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തിലെ റിപ്പബ്ലിക് സ്റ്റേറ്റിൽ അങ്ങനെ ചെയ്ത് അങ്ങനെ പാടില്ലല്ലോ. പാടില്ല, പക്ഷെ അങ്ങനെ അല്ലേ? അങ്ങനെയല്ലേ പണമുള്ളവൻ കാര്യക്കാരനായിട്ട് പാവപ്പെട്ടവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അത് പൈസ ഇല്ലാത്തൊരുത്തനാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതെങ്കിൽ, യു ആർ റിച്ച്. അപ്പോൾ താങ്കൾക്ക് പൈസയുണ്ട്, അല്ലെങ്കിൽ താങ്കൾ ഭയങ്കര ബിസിനസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു CEO ആണ്. പക്ഷേ ഇതൊരു സാധാരണക്കാരൻ ഇൻഫ്ലുവൻസ് ആയി ഇത് ചെയ്യുന്നെങ്കിൽ അപ്പോൾ പോലീസ് അയാളുടെ വീട്ടിൽ ചെല്ലില്ലേ? അല്ല, ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം, ഐ ആം റിച്ച്. ഞാനൊരു കാര്യം പറയാം മാഡം, ഇഫ് ഐ ആം ബോൺ പുവർ, അത് എന്റെ പ്രോബ്ലം ആണെന്ന് അത് താങ്കളുടെ പ്രോബ്ലം അല്ല, അത് പ്രോബ്ലം ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ പണം അതിനെ സ്വാധീനിക്കുന്ന കൊണ്ടല്ലേ താങ്കൾ ഇങ്ങനെ പിടിച്ചിരിക്കും. പക്ഷെ താങ്കൾ ഒരു സാധാരണക്കാരനായിരുന്നു. വയ്ക്കാൻ എത്ര ഫീസ് കൊടുക്കണം മാഡം? ഒരു സാധാരണക്കാരന് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കണം ഒരു സാധാരണക്കാരന് വക്കീല്. എത്ര വക്കീലന്മാരെ കൊടുക്കുന്നുണ്ട്? വല്ല പബ്ലിക് പ്രോസിക്യൂട്ടർമാരോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വക്കീലന്മാരല്ലോ ഒരു സാധാരണക്കാരൻ. എന്തുകൊണ്ടാണ് അതൊന്നും സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയമം അത്രയും പർച്ചേസബിൾ ആയിട്ട് വെച്ചിരിക്കുകയാണത്. ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരാളെന്നല്ല പറയുന്നത്, സാധാരണക്കാരന് അഫോർഡബിൾ ആവണം. ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു ജാക്ക് ഡാനിയൽസിന്റെ മദ്യം നമ്മുടെ ട്രിവാൻഡ്രം ഡ്യൂട്ടി ഫ്രീ ഇറങ്ങി മേടിക്കുമ്പോൾ 2500 രൂപയുള്ളൂ. പക്ഷെ നേരെ സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റിൽ പോകുമ്പോൾ 5990 രൂപയാണ്, 6000 രൂപയാണ്. എന്തിനാ അത്രയും ഹെവി ടാക്സ് കൊടുത്ത് സാധാരണക്കാരന് മേടിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നത്? അപ്പൊ അത് സർക്കാരിന്റെ കുഴപ്പമില്ല. അത്രയും ടാക്സ് എന്തിനാണ് മേടിക്കുന്നത്? ഇപ്പോൾ ലാൻഡ് ക്രൂസർ എന്ന വണ്ടി ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവിടെ 90 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ, 1 കോടിക്കകത്തേ ഉള്ളൂ. ഇവിടെ മേടിക്കണേ 3.5 കോടി കൊടുക്കണം. എന്തുകൊണ്ടാണ് അത്രയും ടാക്സ് ഹെവി കൊടുക്കുന്നത്? അപ്പൊ അത് സർക്കാരിന്റെ പിടിപ്പുകേടല്ലേ? അപ്പൊ അത്രയും പിടിപ്പുകേട് സർക്കാർ എന്തിനാണ്, അല്ലെങ്കിൽ അത്രയും ഹെവി ടാക്സ് എന്തിനാണ് സാധാരണക്കാരന്റെ പുറത്ത് ഇമ്പോസ് ചെയ്യുന്നത്? ഓക്കെ, താങ്കൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ വിശദീകരിക്കുന്നു, നിർത്തുന്നു. പക്ഷെ ഇപ്പോഴും താങ്കൾ പറയുന്നത് മദ്യം എന്ന് പറയുന്ന ഒരു സംഭവം താങ്കൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. മാഡം ഞാൻ ചെയ്യുന്നത് ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലാണ്. ഞാനിപ്പോ രാവിലെ ഇറങ്ങി, എനിക്കത് ഓക്കെയാണ്. അപ്പോൾ താങ്കൾക്ക് ഓക്കെ, താങ്കൾ പബ്ലിക്കായിട്ട് കാണിക്കുമ്പോഴല്ലേ ഇത് ജനങ്ങൾ മുഴുവൻ? എനിക്ക് ഹിപ്പോക്രസി ഇല്ല. ഓഹോ, അങ്ങനെ ഹിപ്പോക്രസി ഇല്ല. ഇപ്പം ഹിപ്പോക്രസിയുടെ ഒരാളാണെങ്കിൽ, ഇപ്പം എനിക്കറിയാവുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, എന്റെ കൂടെ നിന്ന് അടിക്കുന്നവരുണ്ട്. എടാ, വീഡിയോ എടുക്കുമ്പോൾ സ്റ്റോറി ഇടുമ്പോൾ എന്നെ കാണിക്കില്ലെന്ന് പറയാറ്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണാ, ഞാൻ ഗ്ലാസ് ഉണ്ട്, ഫോട്ടോ എടുത്തോട്ടെ, എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഗ്ലാസ് ഉള്ളത് എനിക്ക്, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ സാധനം ഇരിക്കുന്നത് എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. കാരണം എന്നെ ഇത് കണ്ടിട്ട് ആരും
വിലയിരുത്തേണ്ട കാര്യമില്ല. 2 അടിക്കുന്നെന്ന് പറഞ്ഞ് അവൻ കുറ്റക്കാരനാകും. 2 അടിക്കുന്നത് കുറ്റക്കാരൻ. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്ത് വലിയ സ്റ്റൈലാണ്, സ്റ്റാർ ആണെന്ന് കാണിക്കുന്നത് ഇത് കുറ്റമൊന്നല്ല. style അതിനാണ് star ശരിക്കും താങ്കൾ ഹിപ്പോക്രസി ഇല്ലെന്ന് പറയുമ്പോഴും താങ്കളുടെ ആ ഒരു സ്റ്റൈലിലും താങ്കളുടെ വാക്കുകളിൽ ഒരു ഹിപ്പോക്രാറ്റിന്റെ ഒരു ധ്വനി ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് മാഡം ഇതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റും? കാരണം ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇപ്പം ഞാനത് 2 അടിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ ക്രെഡിറ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഫീൽ ചെയ്യുന്ന കേൾക്കുന്നവർക്ക് ഒരു ക്രെഡിറ്റ് ആയിട്ട് താങ്കൾ അതിനെ ഇപ്പം ഞാൻ മാഡത്തോട് പറഞ്ഞു 2 അടിച്ചിട്ടാ വന്നത്. അതെ, അല്ല, ഞാൻ ഏത് ബ്രാൻഡ് അടിച്ചിട്ട് വന്നത് മാഡത്തിനോട് പറഞ്ഞില്ല. ഇല്ല, എനിക്ക് അത് പറയാം. അല്ല, അത് പറഞ്ഞു. അത് ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമില്ല. വ്യത്യാസമുണ്ട്. എനിക്ക് ജവാനും അടിച്ചിട്ട് വരാം, ഇവിടെ മറ്റേ ജാഗ്ഡലിൽസും അടിച്ചിട്ട് വരാം, ബ്ലൂ ലേബലും അടിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞില്ല. താങ്കൾ ഈ നമ്മുടെ ഷൂട്ടിംഗ് ഫ്ലോറിൽ വന്നിരുന്നിട്ട് വലിയ ഗമയിൽ എനിക്ക് സമ്മാനം കിട്ടി അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടി അല്ലെങ്കിൽ അവാർഡ് കിട്ടിയെന്ന് പറയുന്നതിനേക്കാളും ഗ്രാൻഡ് ആയിട്ടാണ് താങ്കൾ പറയുന്നത് ഞാൻ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ആങ്കറിന്റെ മുമ്പിൽ ഒരു പ്രോഗ്രാമിന് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്ന് താങ്കളൊക്കെ സോറി പറയുന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു 4 hour 5 hour നമ്മൾ മാഡം വെയിറ്റ് ചെയ്തില്ല. ഞാൻ 8:30 വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ മെസ്സേജ് ഉണ്ട് 8:30 വരാമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോ ഒരു 10:45 ഞാൻ ഒരു 10 o'clock കഴിഞ്ഞ് വന്നു. 2 മണിക്കൂർ 2.5 മണിക്കൂർ 2-3 മണിക്കൂർ കൊച്ചിയിലെ ട്രാഫിക് സിസ്റ്റം റെഡിയാക്കി തരണം. റിയാസിനോട് പറയണം. അതുകൊണ്ട് മാത്രമാണ് എന്നെ തെറി വിളിക്കാൻ. അല്ല, താങ്കൾ ബാറിലൊന്നും കയറിയതുകൊണ്ടല്ല. അല്ല, ബാറിൽ ഞാൻ അവാർഡ് മേടിക്കുന്നതിന് മുമ്പ് അടിച്ചിട്ട് കയറിയത്. തിരിച്ചു വരുന്ന വഴിക്കൊന്നും കയറിയില്ല, ബാറിൽ കയറിയിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും സംശയിച്ചു. സപ്പോസ് ഇനി വരുന്ന വഴിക്ക് എടപ്പള്ളിയിലോ വൈറ്റിലോ ഏതെങ്കിലും ബാറിൽ ഇനി കയറിയിട്ടുണ്ട്. മാഡം അത് കേരള പൊതുമരാമത്ത് മന്ത്രിയോട് പറയണം. കാരണം നല്ല ഗംഭീരമായ റോഡല്ലേ, റോഡിൽ മറ്റേ പാലത്തിന്റെ അടിയിലേക്ക് കൊണ്ട് ലൈറ്റ് ഇടുന്നുണ്ട്. അതിന് പറഞ്ഞാൽ റോഡ് നന്നാക്കി തരാൻ പറയണം, റോഡിലെ കട്ടർ അടയ്ക്കാൻ പറയണം. കുറെ ലൈറ്റ് ട്രിവാൻഡ്രത്ത് മറ്റേ പാലത്തിന്റെ അടിയിൽ നാളെ ചിലപ്പോൾ എനിക്കെതിരെ 10 കേസ് എടുക്കും. എനിക്കൊരു പേടിയില്ല. കേസ് എടുത്താൽ ഞാൻ വക്കീലിൽ വെച്ച് വായിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ നിയമം പഠിച്ച് ഞാൻ വായിച്ചോളാം. തിരുവനന്തപുരത്ത് ഒരു ഏരിയ മുഴുവൻ കട്ടറും കുഴിയായിട്ട് കിടപ്പുണ്ട്. തൊട്ടപ്പുറത്ത് കൊണ്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പാലത്തിന്റെ അടിയിലും പാലത്തിന് ചുറ്റും മറ്റേ വൈദ്യുത അലങ്കാരം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് മദ്യത്തിന്റെ ഈ പരസ്യങ്ങൾ കാണിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താങ്കൾക്ക് പറഞ്ഞൂടെ? ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ നാളെ 2 കേസ് കൂടുതൽ എടുക്കുമായിരിക്കും. എന്റെ വീട്ടിൽ മറ്റേ എക്സൈസ് കയറി റെയ്ഡ് എടുക്കുമായിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിൽ വലിയ ഇപ്പം ഞാൻ ഇപ്പോഴും പറയണം. കാരണം എന്നെ ഒരിക്കൽ എക്സൈസിൽ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു. ഞാൻ ദുബായിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് മാഡത്തിനോട് പറയണം. ഞാൻ ദുബായിൽ കുറേ ജാക്ക് ഡാനിയൽസ് ഏകദേശം 100ഓളം ബോട്ടിൽസ് വെച്ചിട്ട്, കാരണം എനിക്ക് സ്വന്തമായിട്ട് ബാറുള്ള ആളാണ് ദുബായിൽ, വിത്ത് പാർട്ണർഷിപ്പ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ബോട്ടിൽ. അപ്പോൾ എനിക്ക് അടുത്ത ദിവസം കോൾ വരികയാണ്. എൻ്റെ ഒരു സുഹൃത്ത് എക്സൈസിൽ വർക്ക് ചെയ്ത ഒരാൾ, വീട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ എടുത്തും പറഞ്ഞു. ഞാൻ ദുബായിൽ നിന്നാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അല്ല, നിങ്ങളുടെ വീട്ടിൽ റെയ്ഡ് കിടക്കാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ദുബായിലൊരു ബാറിന്റെ പ്രൊമോഷൻ ചെയ്താൽ എങ്ങനെ എൻ്റെ വീട്ടിൽ റെയ്ഡ് കിടക്കാൻ പറ്റും? ഞാനൊരു 3 ലിറ്റർ മദ്യം പോലും കൂടുതൽ എൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്ന ആളല്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയും എൻ്റെ ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ വന്നോട്ടെ. അല്ല, ഇപ്പം എനിക്കെന്ത് പറയാൻ പറ്റും? അത്തരം പ്രതികാര നടപടികൾ അല്ലെങ്കിൽ അത്തരം നമ്മൾ ഇതുപോലെ ഇപ്പം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്ന സാധനങ്ങൾ ഇപ്പം ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ മുന്നിൽ എത്തിയാൽ അവർ ഇതിനെതിരെ അത്തരത്തിലുള്ളൊരു ഗുണ്ടാരാജ് ഒരു സെറ്റപ്പിലാണ് നമ്മളുടെ ഒരു സാധനം പോകുന്നത്. അതൊന്ന് പറയാൻ തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അതിനെതിരെ എന്ത് നടപടി എടുത്താലും ജയിലിൽ പോയി കിടക്കും. എന്തോ പേടിക്കാൻ എന്തോ ഇരിക്കുന്നു. അത് തന്നെയാണ് താങ്കളുടെ ആ ഒരു മുഖത്തുണ്ട്. ഇപ്പൊ ആ പറയുമ്പോൾ ചോദ്യത്തിൽ ഒരു ഗുണ്ടാരാജിന്റെ സ്റ്റൈലാണ് താങ്കൾ ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി പ്രകാരം എന്താണ് നമ്മളുടെ ഇന്ത്യൻ ഡെമോക്രസി പ്രകാരം തനിക്ക് തന്റെ നിയമം അവർക്ക് അവരുടെ നിയമം അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പില് ഒരു വോട്ടറിന് ഒരു മന്ത്രിയെക്കാളും പവറുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വോട്ടറിനാണ് പവർ, ഒരു മന്ത്രിക്കാണ് പവർ. നമ്മൾ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പല ഉദ്ഘാടനത്തിൽ പോകുമ്പോൾ പലരും പോയി ഇങ്ങനെ ഓച്ചാനിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഒരു മന്ത്രിയെ കാണുമ്പോൾ ഓച്ചാനിക്കേണ്ട കാര്യം? എന്തുകൊണ്ട് ഓച്ചാനിക്കണം? നമ്മൾ വോട്ടിട്ടിട്ടാണ് അയാൾ മന്ത്രിയായത് അല്ലേ? എന്നിട്ട് അവരുടെ മുമ്പിൽ എന്തിനാ ഓച്ചാനിക്കേണ്ട കാര്യം? അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റത്തിലൊന്നും ഞാനില്ല. എനിക്കങ്ങനെ ഓച്ചാനിക്കേണ്ട കാര്യമില്ല. ഞാനൊരു മന്ത്രിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിട്ടില്ല, നിൽക്കാനും പോണില്ല. അപ്പൊ അത്തരത്തിലുള്ള എനിക്കൊരു പരീക്ഷയൊന്നും വേണ്ട. കാരണം ഞാൻ നിയമം ലംഘിക്കുന്നു. ഞാൻ എന്ത് നിയമമാണ് ലംഘിക്കുന്നത്? 2 മദ്യത്തെ കുറിച്ച് അല്ലെ 2 കഴിക്കുന്നു പറഞ്ഞ് വീഡിയോ ഇടുന്നതാണ് എന്റെ നിയമലംഘനം. അത് നിയമലംഘനം എന്നല്ല, അതൊരു സാമൂഹ്യ അനീതിയല്ലേ? എന്ത് അനീതിയാണ്? കാരണം സർക്കാരിനെ വിൽക്കാമെങ്കിൽ എനിക്ക് കഴിച്ചാൽ എന്താ കുഴപ്പം? അതിന് 2 വീഡിയോ ഇട്ടാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ സർക്കാർ അതിന്റെ വിൽപ്പന നിർത്തണം. സർക്കാർ വിൽപ്പന നിർത്തണം എന്നുള്ളത് സർക്കാരിന്റെ കാര്യം. ഞാൻ ചോദിക്കുന്ന അസൻ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ താങ്കൾ ഇപ്പോ തസ്തികയൊന്നുമല്ലോ, കേരള മന്ത്രിസഭയില് എക്സൈസ് മന്ത്രി പോലെ ഒരു തസ്തികയൊന്നുമല്ലോ നമ്മള്. അപ്പൊ താങ്കൾക്ക് ഒരു സ്കൂൾ ഇനാഗുറേറ്റ് ചെയ്യാൻ താങ്കൾ എന്ത് മുഖം വെച്ചുകൊണ്ട് സ്കൂളിൽ പോയി സ്കൂളിൽ പഠിക്കുന്ന മദ്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സ്കൂൾ ഒരു സംഭവം ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു സ്കൂൾ ഇനാഗുറേറ്റ് ഇഷ്ടംപോലെ സ്കൂളിലെ ഇനോഗ്രേഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച ഒരു പരിപാടിയിൽ ഞാൻ സ്കൂളിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്നെ ഇപ്പോഴും വിളിക്കുന്നതിന്റെ കാര്യം ആ സ്കൂളിൽ പഠിക്കുന്ന ചിലപ്പോൾ പ്രിൻസിപ്പൽ 2 അടിക്കുമായിരിക്കും. പഠിക്കുന്ന അടിയോടടി തന്നെ
അടിക്കുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? ഈ അടി എന്ന് പറയുന്നത് എന്താണ് കുഴപ്പം മാഡം? ഈ രണ്ടെണ്ണം അടിക്കുന്നതിന് അതൊരു എന്താണ്? അമൃതാണെന്നാണോ താങ്കളുടെ ഞാൻ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുടിയന്മാരെ നിങ്ങൾ ഇപ്പൊ മൊത്തം ഇത്രയും എന്നെ ഒരാൾ justification അതിശയിക്കുന്നത് അല്ലേ? എന്നെ ഒരാൾ നിങ്ങൾ ഇങ്ങനെ രണ്ടെണ്ണം അടിക്കുന്നതിന് ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നത് നിങ്ങൾ അടിക്കുന്നതിനല്ല പറയുന്നത്, നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾ അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ട് അത് വലിയ ആഘോഷമാക്കുന്നു. അതിനെയാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അത്തരം വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം അതിനങ്ങ് എടുത്ത് കളയണം. അപ്പൊ താങ്കളെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ നിർത്താൻ താങ്കൾ ഇത് തുടരും. താങ്കൾ ഒരുപാട് പേരെ വഴിതെറ്റിക്കും. ഞാൻ എങ്ങനെ വഴിതെറ്റിക്കുകയാണ് മാഡം? പിന്നെ ഇതല്ലേ ഇപ്പൊ താങ്കൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം എടുക്കും മാഡം. ഡെയിലി മറ്റേ അക്രമവും വെട്ടും കുത്തും അടക്കമാണ്. അപ്പൊ പിന്നെ നാളെ പോലെ ഇതൊക്കെ കണ്ടിട്ട് വീട്ടിൽ പിള്ളേർ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുത്തണമല്ലോ. അല്ല, അതൊക്കെ ഇപ്പം കാണിക്കുന്നുണ്ടല്ലോ. പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, കഷായത്തിൽ വിഷം ചേർക്കുക, ഇതൊക്കെ ഇപ്പൊ തുടരുന്നു. അപ്പൊ അക്കൂട്ടത്തിൽ സോപ്പിൽ വിഷം ചേർക്കുക, സോപ്പിൽ വിഷം ചേർക്കുക, ഈ പരിപാടിയൊക്കെ ഇപ്പം പലയിടത്തുനിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷെ താങ്കൾക്ക് പണമുണ്ട്, പദവിയുണ്ട്, പവറുണ്ട്. ഞാൻ അങ്ങനെ പണമുണ്ട്, പദവിയുണ്ട്, പവറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പറയണ്ട. പക്ഷെ താങ്കളുടെ ആ ഒരു നിലപാടുകളിൽ, താങ്കളുടെ സംസാരത്തിൽ ഇപ്പൊ തന്നെ താങ്കൾ പറയുന്ന ഒരു ഗുണ്ടാ സെറ്റപ്പിൽ, അല്ലെങ്കിൽ ഒരു നാട്ടായ്മ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു പഴയ മാടമ്പിത്തരം താങ്കളുടെ സ്വരങ്ങളിലില്ലേ? ഞാനിത് ചെയ്യും, ഇത് വേണമെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. എന്റെ മാടമ്പിത്തരം സാധാരണ ജനങ്ങളോടല്ല, സാധാരണ ജനങ്ങളുടെ മുകളിൽ മറ്റേ ദാർഷ്ട്യത്തോടെ നിൽക്കുന്ന ആ ഒരു നിലപാടിനോടാണ്. ആരുടെ നിലപാടിനോട്? സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള അതുപോലുള്ള ഇതിപ്പോ ഇതൊരു ഡെമോക്രസി സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇതിന് താഴെ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്. ഇപ്പം ഞാൻ എക്സൈസിൻ്റെ മൊഴി കൊടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് പറയാണ്, താങ്കളോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താണ് സാർ? ഞാൻ സാറിനെ നേരിട്ട് അറിയില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. ഞാൻ PSC ടെസ്റ്റ് എഴുതി, റാങ്കോട് പാസ്സായി. പിന്നെ എനിക്ക് ജോലി കിട്ടി, എക്സൈസ് ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് കല്യാണം കഴിച്ചു, ലൈഫ് ചെയ്തു. പിന്നെ എനിക്ക് 2 മക്കളായി. ഒരു മോൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ഒരു മോൾ മെഡിസിൻ പഠിക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു നല്ലൊരു പ്രീമിയം മദ്യം ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ വേറൊരു അങ്ങനെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ എനിക്ക് നിങ്ങളത് ദേഷ്യം തോന്നുന്നുണ്ട്. എനിക്ക് പുള്ളിയോട് നേരിട്ട് പുള്ളിക്ക് ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. അത് പുള്ളിക്ക് ദേഷ്യം തോന്നുന്നത് എൻ്റെ കുറ്റമല്ല, പുള്ളി എന്നോട് സമ്മതിച്ച കാര്യമാണ്. ഞാൻ പോയി ഒരാളുടെ മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് ഒപ്പിടാൻ പോയപ്പോൾ അദ്ദേഹം റിട്ടയർ ആയിപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഞാനൊന്നും ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തതാണ്? അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്താണ്. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്തു. ഞാൻ ഹാർഡ് ഏൺ ചെയ്ത മണിയാണ് ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അല്ല, ഐ ഡിഡ്ന്റ് ലൂട്ട് ഔട്ട് എനി പീപ്പിൾ. ഞാൻ ഒരാളുടെയും ഒരു പെനി എടുക്കുന്നില്ല. ഇപ്പം പ്രൊമോഷൻ എന്നെ വിളിക്കുന്നു, ആൾക്കാർ എനിക്ക് പേ ചെയ്യുന്നു, അത് എൻ്റെ കുറ്റമല്ലല്ലോ. നമ്മൾക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ ആൾക്കാരെ പ്രൊമോഷന് വിളിക്കുന്നത്. അതെ, ഇപ്പോൾ നെഗറ്റീവ് ഡിമാൻഡ്സ് ആണല്ലോ കൂടുതലുള്ളത്. അതായത് നെഗറ്റിവിറ്റി ആര് ചെയ്യുന്നു അവർക്കാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത്. ഇപ്പോൾ ഈ താങ്കൾ ഈ പറയുന്ന പോലെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഈ പറയുന്ന മദ്യം പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളെ ആൾക്കാർ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ജനറേഷന്റെ രീതി അനുസരിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ താങ്കൾ ഒരു കഞ്ചാവ് വലിച്ച് കാണിക്കുകയാണെങ്കിൽ അത് മേടിക്കാനും, ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളല്ല, അല്ല വലിക്കും, അങ്ങനെയാണ് താങ്കൾ ചെയ്യുന്നതെങ്കിൽ പോലും അതും കണ്ട് അനുകരിക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനും ചുറ്റിനും ഈ പറയുന്ന ഈ വൃന്ദങ്ങളും ഉണ്ടാവും, സുഹൃത്ത് വലയങ്ങളും ഉണ്ടാവും, ടീമുകളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ ശാരിക മാഡത്തിനോട് ഒരു കാര്യം ചെയ്തു. മാഡം ഇപ്പോൾ തലയിൽ അടിച്ചിരിക്കുന്ന ബ്രൗൺ കളർ, അത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര കേടാണ്. അപ്പം മാഡത്തിന്റെ ഒരു സ്റ്റൈലിന് വേണ്ടി അടിച്ച ഒരു കാര്യമാണ്. പക്ഷേ മാഡം ഇത് അടിച്ച് ഇവിടെ വന്ന് ഇരിക്കുന്നത് ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യില്ലേ? ആക്ച്വലി ഒരുപാട് PPD എന്നൊരു കമ്പോണന്റ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് സ്കിൻ അലർജി ഉണ്ടാവും, കിഡ്നി ട്രബിൾ ഉണ്ടാവും സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് മദ്യം കഴിച്ചാൽ ലിവർ സിറോസിസ് ഉണ്ടാവും. അപ്പം മാഡം അറിഞ്ഞോ അറിയാതെയോ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനും പറഞ്ഞില്ലെങ്കിലും. പക്ഷേ അത് മദ്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? അതിനേക്കാളും വലിയ ഹാംഫുൾ കെമിക്കലാണ് നിങ്ങൾ തലയിലടിച്ചിരിക്കുന്നത്. കെമിക്കൽ അല്ലേ തലയിലടിച്ചിരിക്കുന്ന? മൈലാഞ്ച് മെഹന്തി മിക്സ് ചെയ്താണ് അടിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല മാഡം, മെഹന്തി മിക്സ് ചെയ്ത് അടിച്ച ഈ കളർ വരില്ല. പക്ഷെ ഞാൻ അമോണിയ യൂസ് ചെയ്യാത്ത കളറാണ് അടിച്ചത്. PPD അമോണിയ യൂസ് ചെയ്യില്ലെങ്കിൽ PPD ആണ് അതിന്റെ കണ്ടന്റ്. ഞാൻ ഇതിനെ കുറിച്ച് വളരെ പഠിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഏത് മുടി വിഗാണോ? മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയെന്നല്ലോ ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത്. വിഗ് അല്ല, ഞാൻ ഹെയർ ഫിക്സിംഗ് എന്ന് പറയും. അതുകൊണ്ട് മാഡത്തിന് അതിന്റെ അകത്ത് കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കളുടെ മുടി വിഗാണോ എന്ന് ചോദിച്ചിട്ട് താങ്കൾ ഇപ്പൊ റിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയല്ലോ, തലയിലെ മുടിയല്ലോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. വിഗ് അല്ല, ഇതിന് എയർ ഫിക്സിങ്. ഞാനത് ഒരുപാട് പറഞ്ഞില്ല. എയർ ഫിക്സിങ് വിഗ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വലിച്ചു വരുന്നത്, അത് മാഡം അല്ല ഇവിടെ ഒരു 10 രൂപ വലിച്ചാൽ പോലും വരുന്ന സാധനമല്ല. ഇത് ഹെയർ ഫിക്സിംഗ് എന്ന് പറയും. അപ്പൊ അതിന് വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് ട്രയൽ വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് വലിച്ചു നോക്കുക കേട്ടോ. എനിബഡി ഇഫ് യു വാണ്ട് കം ആൻഡ് പിക്ക് ദിസ്. ആര് വലിച്ചാലും വരത്തില്ല, ഇങ്ങനെ വലിച്ചാൽ പോലും വരത്തില്ല. ഒറിജിനൽ മുടിയല്ലേ? ഒറിജിനൽ മുടിയല്ല മാഡം, കാരണം ഇതിന് എയർ ഫിക്സിംഗ് എന്ന് പറയും. കാരണം അതൊരു ഒരുപാട് ഇവിടുത്തെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ഒക്കെ ചെയ്തിട്ടുള്ള സംഭവമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹെയർ ഫോൾ ഉണ്ട്, അതിന്റെ മെയിൻറ്റെയിനിങ് എൻ്റെ ഒരു സ്റ്റൈലിങ്ങിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ മാഡത്തിന് മോശമായിട്ട് പറഞ്ഞതല്ല. മാഡം ഈ ഒരു കളർ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കാരണം അത് മാഡം അറിഞ്ഞോ അറിയാതെയോ യൂസ് ചെയ്തൊരു സാധനമാണ് എന്ന് പറയുന്ന പോലെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 അടിക്കും എന്നുള്ള കാര്യം അതെൻ്റെ ഒരു ഇഷ്ടമാണ്.
ഓക്കെ. അതോടൊപ്പം താങ്കൾക്ക് ചുറ്റിനും സ്ത്രീഗണങ്ങൾ കൂടുതലാണെന്ന് പറയുന്നത് സത്യമാണ്. സ്ത്രീ സുഹൃത്തുക്കളാണ് താങ്കൾ കൂടുതൽ. താങ്കൾ ഞാൻ ബാറിന്റെ ഇനാഗുറേഷൻ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ടാണ് താങ്കൾ പോയി ഇനാഗുറേഷൻ കണ്ടിരിക്കുക. അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതെന്തുകൊണ്ടാണ് അങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ താങ്കൾക്ക് സാധിക്കും? എന്റെ കുറ്റമല്ല, അവര് നമ്മളെ കൂടെ നിൽക്കുന്നത് നമ്മുടെ താങ്കൾ കുറ്റമല്ല. ശ്രീകൃഷ്ണനാണോ? അല്ല, ഞാൻ ശ്രീകൃഷ്ണനൊന്നുമില്ല. നമ്മള് കാസിനോയാണോ? അങ്ങനെയല്ല. സ്ത്രീജനങ്ങൾക്ക് പ്രത്യേക കെയർ താങ്കൾ കൊടുക്കും? പ്രത്യേക കെയറൊന്നുമില്ല, എല്ലാവരും കൊടുക്കുന്ന കെയർ അവർക്ക് കൊടുക്കാറുണ്ട്. ആ കെയർ അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അവര് നമ്മളെ വിട്ടു പോകാറില്ല. നമ്മളോട് കൂടുതൽ ഇപ്പം മാഡത്തിന് ഞാൻ കൂടുതൽ കെയർ ആയാലും മാഡത്തിന്റെ ഒരു ഫ്രണ്ടോട് മാഡം പറയില്ലേ, മുകേഷ് നായർ നല്ലൊരാളാണ്, മേ ബി അവരത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മളടുത്ത്. എന്നോട് കൂടുതൽ കെയർ ഞാൻ പറയാം അങ്ങനെ ഇച്ചിരി കോഴിയാന്ന് ഞാൻ പറയാം. ചെറിയൊരു കോഴിയാണ്. അതൊന്നുമല്ല, കോഴിത്തരം വേറെയാണ് മാഡം. കെയറിങ് ചിലവർ കെയറിങ് അല്ല കെയർ മാമന്മാരായിട്ട് വരും നമ്മുടെ കെയറേട്ടന്മാർ. ഞാൻ അത്രയും കെയറേട്ടനല്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളോട് വർക്ക് ഇപ്പൊ ഞാൻ മാഡത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്നോടൊപ്പം റീൽ ചെയ്തൊരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഞാൻ അതിലേക്ക് വരുമായിരുന്നു. താങ്കൾ ഈ റീൽസിന്റെ കാര്യം പറയല്ലോ. അപ്പൊ താങ്കൾ കുറച്ച് കൊളാബായിട്ട് ചെയ്ത് ഒരുപാട്, ഇപ്പം എനിക്ക് തോന്നുന്നു പൊയ്കയിൽ കുളിർ പൊയ്കയിൽ, അതാണ് ഞാൻ താങ്കളുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് കണ്ടപ്പോൾ ഇച്ചിരി ഒരു എക്സ്പോസിംഗ് ആയിട്ട് തോന്നിയത്. താങ്കളല്ല, പെൺകുട്ടി. അപ്പോ താങ്കൾ നോർമലി ഒരു കോസ്റ്റ്യൂമാണ് ധരിച്ചിരിക്കുന്നത്. നോർമലി അന്ന് നമ്മുടെ ലാലേട്ടൻ ധരിച്ചിരുന്ന അതുപോലത്തെ ഒരു കോസ്റ്റ്യൂം താങ്കൾ ധരിച്ചിട്ടുണ്ട്. കാരണം താങ്കൾക്ക് ലാലേട്ടന്റെ ഒരു ചെറിയ ചായ ഉണ്ടല്ലോ, അങ്ങനെയാണ് അറിയപ്പെടുന്നതും. കാണുമ്പോഴും ഒരു ചരിഞ്ഞിരുത്തവും നാടിയും ഫിഗർ ചെയ്തിട്ടുണ്ട്. മിമിക്രി മോണോക്ടൊക്കെ ഒത്തിരി ചെയ്തിട്ടുള്ള ആളാണ്. കോളേജിലൊക്കെ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്, സ്കൂളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ ഉണ്ട് ഇപ്പോഴേ. ആ മുടി സ്റ്റൈൽ ആയാലും ഈ പറയുന്ന പോലെ എയർ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ താടി ആയാലും മുടിയുടെ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ ആയാലും ലാലേട്ടന്റെ ചെറിയൊരു ചായ ഒരു സ്റ്റൈൽ താങ്കൾക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കൊളാബ് ചെയ്ത് ഈ റീൽ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നത് എനിക്കൊന്നു അതിനകത്ത് ഭാനുപ്രിയ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ഒരു വൾഗാരിറ്റി ആ ഒരു റീലിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ കണ്ടവര് അല്ലെങ്കിൽ കമന്റ്സിലൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലുള്ള അമ്മയും അല്ലെങ്കിൽ ഭാര്യ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ലേ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ്. അങ്ങനെ ഒരു ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള എനിക്ക് മാഡത്തിനുള്ളിൽ ഇങ്ങനെ വന്നിരുന്ന് എന്നെ സംസാരിക്കാൻ പറ്റില്ല. നാളെ എന്നോട് ആദ്യം ചോദിക്കുന്നത് എൻ്റെ അമ്മയായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യുന്ന എൻ്റെ ഭൂമിയിൽ അമ്മയാണ്. അമ്മ കഴിഞ്ഞിട്ടുള്ള എനിക്ക് മാതാപിതാ തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് അച്ഛനെ പോലും നമ്മൾ അമ്മയാണ് നമ്മൾ. അപ്പം അമ്മയായിരിക്കും ആദ്യം എന്നോട് ചോദിക്കുന്നത്. അമ്മയാണെങ്കിൽ ഇതെല്ലാം കാണുന്ന കൂട്ടത്തിലാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അവർ ആക്റ്റീവ് അല്ലെങ്കിലും കാണുന്ന കൂട്ടത്തിലാണ്. ഞാൻ ചെയ്യുന്നതിന് എനിക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉള്ളതെന്ന് പറയുന്നത് നമ്മളൊരു കണ്ടന്റ് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അത് നമ്മൾ അതിൻ്റെ മാക്സിമം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യാറുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുമായിട്ട് ഞാൻ മോർ ദാൻ ഒരു 50+ മോഡൽസും ഒക്കെ ആയിട്ട് ആക്ട്രസ്സായിട്ട് അതിൽ 100+ ഒക്കെ വേണമെങ്കിൽ പറയാം, ഒരുപാട് പേരായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ എല്ലാവരും നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം അവരെ കംഫോർട്ടിലാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. ഇന്നേ വരെ അവരാണ് നമ്മളടുത്ത് ഇങ്ങനൊരു സാധനം ചെയ്യാമോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ അവർ ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഞാൻ ഒരിക്കലും ഇപ്പം ഒരു ഇന്റർവ്യൂല് നിള നമ്പ്യാർ ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരുപാട് പേരെടുത്ത് ഇവിടുത്തെ ഒരുപാട് വലിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ആൾക്കാരത്തൊക്കെ റീൽ കൂടെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരും സമ്മതിച്ചില്ല. മുകേഷ് നായർ വാസ് റെഡി ടു ഡു എ റീൽ വിത്ത്. അതെന്തുകൊണ്ടാണ്? കാരണം നിള നമ്പ്യാരെ പോലെ ഒരു സോഷ്യൽ ഒരു എന്താ പറയുക സോഷ്യൽ വിഷമായിട്ടാണ് എനിക്ക് അല്ലെങ്കിൽ പൊതുവെ പുള്ളിക്കാരത്തെ തോന്നി. കാരണം സ്ത്രീയാണ് എന്നൊരു ചിന്ത പോലും ഇല്ലാതെ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നമ്മൾ എടുത്തു കൊടുത്താൽ അതൊരു പോണോഗ്രാഫി പോലെ ഒരു രീതിയിലാണ് പുള്ളിക്കാരത്തെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. പോണോഗ്രാഫി ഇൻസ്റ്റാഗ്രാം പോലെ ഇടാൻ പറ്റില്ല മാഡം. അല്ല, നമുക്കൊരു ഫീൽ ചെയ്യിക്കുന്നത്, അതായത് നോർമലി എനിക്കൊന്ന് നിള നമ്പ്യാറാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ കൊണ്ടുവരാന്ന് എനിക്കൊന്ന് ജനത്തെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം ഞാനൊക്കെ ആദ്യമായിട്ട് ഇവരുടെ പ്രൊഫൈൽ കാണുമ്പോൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ഒരു മലയാളിയാണ്, അവരുടെ പേര് നിള നമ്പ്യാറാണെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഡാർക്ക് വെബ്സൈറ്റ്സിലൊക്കെ കാണുന്ന പിക്ചർ പോലത്തെ പ്രൊഫൈൽ ക്രിയേറ്റ് അതിൻ്റെ കലയെന്നിട്ട് ഒരു പേര് വിട്ടിരിക്കുക, അല്ലെങ്കിൽ അതൊരു ബ്യൂട്ടി ആണെന്നൊരു പേരിടുക. പക്ഷേ അതൊരു ബ്യൂട്ടിയേക്കാൾ അപ്പുറം അതൊരു എക്സ്പോഷർ ആയിട്ട് കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിള നമ്പ്യാർ. പൈസയ്ക്ക് വേണ്ടി ബിസിനസ്സിന് വേണ്ടിയിട്ട് അവരെ മാക്സിമം തുറന്ന് കാണിക്കുന്ന ഒരു രീതിയായിട്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ന്യൂസൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെയൊക്കെ റീൽ ചെയ്യുമ്പോൾ താങ്കൾക്ക് ഒരു പ്രതിബദ്ധത ഇല്ലേ ഈ സമൂഹത്തോട്? സോഷ്യൽ കമ്മിറ്റ്മെന്റ്. എന്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത് നില നമ്പ്യാർ എടുത്ത് റീൽ ചെയ്യാൻ എന്നോട് ചോദിച്ചപ്പോൾ നില നമ്പ്യാർ അടുത്ത് സംസാരിച്ചു. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചു, അവരുടെ കഥ ഞാൻ കേട്ടു. അവര് പട്ടിണി കിടന്ന സമയത്ത് ഈ മുകേഷ് നായരൊന്നും അവർക്ക് അരി മേടിച്ചു കൊടുത്തിട്ടില്ല, ആരും കൊടുത്തില്ല, ഈ മാഡം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അല്ലല്ല, നമുക്ക് വേണമെങ്കിൽ അവര് ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അവരെ ചുറ്റുമുള്ളവർക്ക് എല്ലാം അറിയായിരുന്നു അവര് പട്ടിണിയാണ് മറ്റു കാര്യങ്ങള്. അവര് കഷ്ടപ്പെട്ട്
കഷ്ടപ്പെട്ട് അവരുടെ രീതിയിൽ കാശുണ്ടാക്കി. അപ്പൊ അവര് സ്ട്രഗിൾ ചെയ്ത സമയത്ത് ആരുമില്ല. അവരെന്നോട് ചോദിച്ചു കൂടെ റീൽ ചെയ്യാമോ. അപ്പൊ അവർ ചെയ്ത വീഡിയോസ് ഒക്കെ അവരെനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് മാഡം ഇങ്ങനത്തെ, ഞാൻ അവരെ കാരണം അവരൊരു സ്ത്രീയാണ്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം ഞാൻ എല്ലാ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അമ്മയെ റെസ്പെക്ട് ചെയ്യുന്ന ഏതൊരു പുരുഷനും മറ്റുള്ള സ്ത്രീയെ റെസ്പെക്ട് ചെയ്യും. കാരണം നമുക്ക് നമ്മുടെ അമ്മയെ റെസ്പെക്ട് ചെയ്യാമെങ്കിൽ മറ്റുള്ള അവർ ചെയ്യുന്ന എന്ത് തൊഴിലും ആയിക്കോട്ടെ, അവർ കപ്പലിൽ വിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ബ്യൂറേസിൽ നമ്മൾ ബ്യൂറേസിൽ പെണ്ണുങ്ങൾ സർവ് ചെയ്യത്തില്ലേ, എത്ര ബാറിലെ പെണ്ണുങ്ങൾ സർവ് ചെയ്യുന്നു. അപ്പൊ അതുപോലെ അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഞാൻ അവരെ കാണുന്നത്. അവർക്ക് 3-4 മക്കളുണ്ട്, അതിൽ പെൺമക്കളുണ്ട്, ആമക്കളുണ്ട്. അവരവരുടെ സ്കൂളിൽ പിള്ളേരുടെ ഇതിൽ അവർ കരഞ്ഞോണ്ട് പറയാണ് ഒരു ഫംഗ്ഷന് പോകുന്നത് പർദ്ദയൊക്കെ ഇട്ടിട്ടാണ്, അവരുടെ മക്കളുടെ ഡാൻസിലൊക്കെ പങ്കെടുക്കുമ്പോൾ. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്തൊരു സ്ത്രീയാണ് അവര് എൻ്റെ അടുത്ത്. അവരുടെ ഒരു ഹാപ്പിനെസ് ആണ്, അവരുടെ ആഗ്രഹമാണ് നമ്മളോട് ഒരു റീൽ ചെയ്യാന്ന് പറയുന്നത്. നമ്മളത് പോയി ചെയ്യാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടിട്ടും ബാക്കി ഒരുപാട് പേര് ഫ്രസ്ട്രേഷൻ ആവുന്നതിനേക്കാളും എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീയുടെ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണ് വലുത്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സ്ത്രീ